1916 D.K. കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഉത്തരം ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 4 ശരി. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഉത്തരം ഓപ്ഷൻ ബി പാർലമെൻറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2. അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ എ പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യപുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ളയല്ല, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം ഓപ്ഷൻ എ തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സംവരണ ജാഥ നടത്തിയത് എന്ന്? 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഉത്തരം ഓപ്ഷൻ സി 18. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3, 4. അതായത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു, ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു, ചന്ദ്രയാൻ ദൗത്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 4ാമത്തെ ബൊക്കോറോ ഫ്രാൻസ് എന്നുള്ളതാണ് തെറ്റ്. ബൊക്കോറോ ഇരുമ്പുരുക്കുശാല രൂപീകരിക്കാൻ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു.
നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? 2023 ആഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 4. അതായത് പത്കായി ഭൂം, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഈ 2 പ്രസ്താവനകളും ശരിയല്ല. ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയറാണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം. പാരദീപും ഹാൽഡിയും. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ചീയപ്പാറ, പത്തനംതിട്ട. ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം 4ഉം ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം തെറ്റാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇതിൽ 1 മാത്രം ശരിയല്ല. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 3ഉം. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചിയല്ല, തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി SK വസന്തൻ. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ സി സർദാർ പട്ടേൽ, VP മേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നെല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 47 PSC ക്യാൻസൽ ചെയ്തു. ISRO സ്ഥാപിതമായ വർഷം 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 107. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, ചെവി. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 4ഉം ശരി. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ബാർക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 4ഉം. താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ബലം പാസ്കൽ. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്? ഉത്തരം ഓപ്ഷൻ ബി, ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ബാക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ടൊവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇത് മാത്രമാണ് ശരി. നോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? മലമ്പനി. ശരിയായ ജോഡി ഏത്? ക്ഷയം, BCG. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമേത്? ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏത്? വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി? മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി? പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മോഹൻലാൽ. മാത്സ് ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ഉത്തരം ഓപ്ഷൻ സി, 82 ഉത്തരം ഓപ്ഷൻ ബി, 83 ഉത്തരം ഓപ്ഷൻ എ, 84 ഉത്തരം ഓപ്ഷൻ ഡി, 85 ഉത്തരം ഓപ്ഷൻ എ, 86 ഉത്തരം ഓപ്ഷൻ ബി, 87 ഉത്തരം ഓപ്ഷൻ ഡി, 88 ഉത്തരം ഓപ്ഷൻ സി, 89 ഉത്തരം ഓപ്ഷൻ ഡി, 90 ഉത്തരം ഓപ്ഷൻ ബി, 91 ഉത്തരം ഓപ്ഷൻ സി, 92 ഉത്തരം ഓപ്ഷൻ എ, 93 ഉത്തരം ഓപ്ഷൻ സി, 94 ഉത്തരം ഓപ്ഷൻ ബി, 95 ഉത്തരം ഓപ്ഷൻ ബി, 96 ഉത്തരം ഓപ്ഷൻ ഡി, 97 ഉത്തരം ഓപ്ഷൻ എ, 98 ഉത്തരം ഓപ്ഷൻ ഡി, 99 PSC ക്യാൻസൽ ചെയ്തു, 100 ഉത്തരം ഓപ്ഷൻ സി.